നിമിഷപ്രിയ എന്ന മലയാളിയായ നേഴ്സ് 2018 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ സെൻട്രൽ പ്രിസണിൽ കഴിയുകയാണ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ 2008 യമൻ്റെ തലസ്ഥാനമായ സനായിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് ചേർന്നത്. 2014 സ്വന്തമായൊരു ക്ലിനിക് തുടങ്ങുവാനായി യമനിലെ നിയമമനുസരിച്ച് യമൻ നാഷണാലിറ്റിയുള്ള തലാൽ അബ്ഡോ മഹ്ദി എന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓണറെ സ്പോൺസറും പാർട്ണറുമാക്കി അല്ലമാൻ മെഡിക്കൽ ക്ലിനിക് തുടങ്ങി. 14 ബെഡുള്ള ഈ ക്ലിനിക്കിനായി ഭർത്താവും നിമിഷപ്രിയയും ചേർന്ന് പണം കടം വാങ്ങി. 2015 യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയെങ്കിലും ക്ലിനിക് തുടങ്ങുവാൻ വായ്പ മേടിച്ച കാശ് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നിമിഷപ്രിയ അവിടെ തന്നെ തുടർന്നു. മഹ്ദി എന്ന പാർട്ണർ ക്ലിനിക്കിൽ നിന്നും പണം അപഹരിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും നിമിഷപ്രിയ അയാളുടെ ഭർത്താവാണെന്ന് ചിലപ്പോഴൊക്കെ പറയുവാനും തുടങ്ങി എന്ന് നിമിഷപ്രിയ പറഞ്ഞു. കൂടാതെ നിമിഷപ്രിയയുടെ പാസ്പോർട്ടും മറ്റ് രേഖകളും അയാൾ കൈക്കലാക്കുകയും ചെയ്തു. 2016 ഈ കാര്യം പറഞ്ഞ് പ്രിയ പോലീസിൽ പരാതിപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. ജൂലൈ 2017 മഹ്ദിയെ കീറ്റാമിൻ എന്ന അനസ്തെറ്റിക് ഉപയോഗിച്ച് ബോധം കെടുത്തി പാസ്പോർട്ടും മറ്റ് രേഖകളും കൈവശപ്പെടുത്തുവാൻ നിമിഷപ്രിയ ശ്രമിച്ചെങ്കിലും കീറ്റാമിൻ ഓവർഡോസ് കാരണം മഹ്ദി മരണമടഞ്ഞു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ഒരു നേഴ്സിൻ്റെ സഹായത്തോടെ മഹ്ദിയുടെ ശരീരം കട്ട് ചെയ്ത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു. ഓഗസ്റ്റ് 2017 യമൻ സൗദി അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ അറസ്റ്റിലാവുകയും 2018 കേസ് വിസ്താരം പൂർത്തിയാക്കി നിമിഷപ്രിയയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2020 പ്രിയയുടെ കേസ് വീണ്ടും വിസ്താരത്തിനെടുത്തുവെങ്കിലും വിധി വധശിക്ഷ തന്നെയായിരുന്നു. പ്രിയയുടെ ബന്ധുക്കളും സപ്പോർട്ടേഴ്സും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണിപ്പോൾ. പ്രിയ കൊടുത്ത അപ്പീൽ 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ തള്ളിക്കളഞ്ഞു. 2024 ഏപ്രിൽ പ്രിയയുടെ അമ്മയും ഭർത്താവും മകളും യമൻ സന്ദർശിക്കുകയും മഹ്ദിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് ചെയ്യിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രിയയുടെ അമ്മയ്ക്ക് പ്രിയയുമായി 2014 ഏപ്രിലിൽ നേരിട്ട് കാണുവാനും സാധിച്ചു. 2024 ജൂണിൽ പ്രിയയുടെ മോചനത്തിനായി $40,000 സനയിലെ ഇന്ത്യൻ എംബസിയിൽ ഏൽപ്പിക്കുവാനും കഴിഞ്ഞു. കൊല്ലപ്പെട്ട മഹ്ദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് പ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുവാൻ തയ്യാറായാൽ നിമിഷപ്രിയയെ കോടതി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അമിനി നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുവാനുള്ള സമ്മതം കൊടുത്തതുമൂലം 1 മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് യമൻ. ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെട്ട് തങ്ങളാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണിപ്പോൾ. കൊല്ലപ്പെട്ട മഹ്ദിയുടെ കുടുംബാംഗങ്ങൾ ബ്ലഡ് മണി വാങ്ങി നിമിഷപ്രിയയോട് ക്ഷമിച്ച് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുവാൻ ഉള്ള പ്രാർത്ഥനയിലാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ. കൊല്ലപ്പെട്ട മഹ്ദിയുടെ കുടുംബാംഗങ്ങളുടെ തീരുമാനമാണ് പ്രധാനം. അവർ ബ്ലഡ് മണി വാങ്ങുവാൻ തയ്യാറായാൽ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം. നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളും അഡ്വക്കേറ്റും എല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം കൊല്ലപ്പെട്ട മഹ്ദിയുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ ചോദിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം.